ഇത് കേവലം ഒരു 1.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ 3 മാസമായി ഈ കോളേജിലെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പ്രാകൃതമായ തരത്തിലുള്ള റാഗിംഗ് ആയിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു ക്യാമ്പസിലും ഇനി ഇത്തരത്തിലുള്ള റാഗിങ്ങൾ ഉണ്ടാകരുത്, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ നമ്മൾ പുറത്ത് ഈ സംപ്രേഷണം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഇത്തരത്തിൽ പ്രാകൃതമായ റാഗിങ്ങുകൾ ഇനി തുടച്ചു മാറ്റപ്പെടണം. അതുകൊണ്ട് ആ ഒരു ഒറ്റ ഉദ്ദേശത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നത്, ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്. എന്തായാലും ഡിസംബർ 13 എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ മാത്രമല്ല, ഈ പ്രതികളുടെ ഫോണിൽ മറ്റ് 5-6 ദൃശ്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പോലീസ് മുന്നിലേക്ക് ഈ ഇത്തരത്തിലൊരു കേസ്, ഒരു പരാതി എത്തിയ സമയത്ത് തന്നെ പോലീസിന് സ്വാഭാവികമായും ഈ കേസിൻ്റെ ഗ്രാവിറ്റിയെ സംബന്ധിച്ചൊക്കെ തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്യാമ്പസാണ്, കോളേജാണ്, സ്വാഭാവികമായി റാഗിംഗ് കേസുകളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ നവംബറിലാണ് ഈ വിദ്യാർത്ഥികൾ, 1-ാം വർഷ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നത്. സ്വാഭാവികമായി അത്തരത്തിൽ റാഗിംഗ് ഒക്കെ തന്നെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ആ രീതിയിലുള്ള അന്വേഷണമാണ് തുടക്കത്തിലെടുത്തത്. പക്ഷേ പോലീസ് ഈ പ്രതികൾ 5 പേരെയും ആദ്യം കസ്റ്റഡിയിലേക്കും തുടർന്ന് ഇവരുടെ ഫോൺ പരിശോധിച്ച സമയത്താണ് ഈ കേസിൻ്റെ ഗ്രാവിറ്റിയെ സംബന്ധിച്ച് ഗാന്ധിനഗർ പോലീസിന് പോലും കൃത്യത ഉണ്ടാകുന്നത്. തുടർന്ന് പോലീസ് വളരെ വേഗത്തിൽ 5 പ്രതികളെയും കസ്റ്റഡി എടുക്കുകയും അന്ന് രാത്രി തന്നെ ഈ 5 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ആ ദൃശ്യങ്ങൾ ഉള്ളത് ഈ രാത്രി 10 മണിക്ക് ശേഷം, അതായത് ഈ ഹോസ്റ്റലിലുള്ള ബാക്കിയുള്ള വിദ്യാർത്ഥികളെല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ റാഗിങ്ങിലേക്ക് ഈ വിദ്യാർത്ഥി സംഘം, സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥി സംഘം കിടക്കുന്നത്. ബാക്കിയുള്ളവർ ഉറങ്ങിയതിന് ശേഷം ഈ ജൂനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ ഇവർ തങ്ങളുടെ റൂമിലേക്ക്, 13 നമ്പർ മുറിയാണ്, ആ മുറിയിലേക്ക് വിളിക്കും. വന്നില്ലെങ്കിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തും, കഴുത്തിൽ കത്തി വെച്ച് പൈസ ചോദിക്കും. അത്തരത്തിൽ ഉള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളെ ഈ കട്ടിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം കയ്യും കാലും കെട്ടിവെക്കുന്നു. കെട്ടിവെച്ചതിന് ശേഷമാണ് കോമ്പസ് ഉപയോഗിച്ച് അവരുടെ ശരീരത്തിൽ ആഞ്ഞു കുത്തുകയാണ്. ആഞ്ഞു കുത്തുന്നത് അവർക്ക് ചുറ്റും നിന്ന് 1 2 3 4 5 6 എന്ന് പറഞ്ഞ് കൊണ്ടാണ് കുത്തുന്നത്. അതിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകുമ്പോൾ അവർ തന്നെ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട്, ആനന്ദ നൃത്തം ചവിട്ടുന്നുണ്ട്. അത്തരത്തിൽ ആ രീതിയിലുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പകർത്തുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ പകർത്തിയിട്ടുണ്ട്. അത് എന്തായാലും കോടതിയിലെത്തുന്ന സമയത്ത് വളരെ നിർണായകമാകും. കാരണം പോലീസിനെ സംബന്ധിച്ച് ഈ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാകുന്നതാണ് ഈ കേസിൽ എന്ന് പറയുന്നത്. എന്തായാലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ. എന്തായാലും അത്തരത്തിൽ പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ജനനേന്ദ്രിയ ഭാഗത്തൊക്കെ തന്നെ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഡമ്പൽ എടുത്ത് വയ്ക്കുക, കെട്ടിവയ്ക്കുക, അത്തരത്തിലുള്ള പ്രാകൃതമായ തരത്തിലുള്ള റാഗിങ്ങാണ് ഈ കോട്ടയം നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ 3 മാസമായി നടന്നു വന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ അതിനൊക്കെ സംഭവം അറിഞ്ഞപ്പോൾ കോളേജ് അധികൃതരിൽ പരാതി അറിയിക്കുകയും പോലീസ് നടപടികളിലേക്ക് പോവുകയൊക്കെ ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷേ ഈ ഹോസ്റ്റലുകളിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുമതലയുള്ള ആളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു വാർഡൻ ഒക്കെ അതിന് നിർബന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു എന്തോ വന്ന പ്രതികരണം, അസമയത്ത് കുട്ടികൾ പോകുന്നത് കണ്ടു, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഒഴിഞ്ഞു മാറിയെന്നാണ്. ഒരാൾക്കൊരു ചുമതല കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു, അവിടുത്തെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നൊക്കെ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തോടു കൂടിയാണല്ലോ ഒരാളെ അവിടെ ജോലിക്കിരുത്തുന്നത്. അപ്പോൾ അത്തരം ജീവനക്കാരുടെ വീഴ്ച അതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും ദിവിഷേ, പോലീസ് ഇന്ന് രാവിലെ SP മാധ്യമങ്ങളെ കണ്ട സമയത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് വാർഡൻ്റെ ഭാഗത്തുനിന്ന്, കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കുമെന്നുള്ള ഉറപ്പ് SP ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നഴ്സിംഗ് കോളേജിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാറിയാണ് ഈ ഹോസ്റ്റൽ ഉള്ളത്. ഈ ഹോസ്റ്റൽ അതിനുശേഷം, അതായത് ഈ ഹോസ്റ്റലിൻ്റെ ആദ്യം കാണുന്നത് 1-ാം വർഷ വിദ്യാർത്ഥി താമസിക്കുന്ന മുറിയാണ്. അതിനുശേഷമാണ് വാർഡന്റെ റൂം. അതിനുശേഷം അപ്പുറത്താണ് സാർ, ഇതിൽ കൂടുതൽ പ്രതികളുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ഇതുവരെ കോളേജിന്റെ വിശദീകരണം സാറ്റിസ്ഫൈഡ് ആണോ? അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ്, ഏത് രീതിയിലാണ് പറയെടുക്കല്ലേ കാലിരിപ്പുണ്ട്? നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ? എത്ര വീഡിയോ ഇപ്പം നിലവിൽ കിട്ടിയിട്ടുണ്ട്? സാർ, ഈ കോളേജ് അധികൃതരുടെ വിശദീകരണം സാറ്റിസ്ഫൈഡ് ആണോ? കോളേജ് അധികൃതർ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫാക്ടറി ആണോ? വാർഡൻ എന്താ പറയുന്നത്? കൂടുതലായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.